കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരായ ഇരട്ട പൗരത്വം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി തള്ളി കോടതി. അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെയും യുകെയുടെയും ഇരട്ട പൗരത്വമുണ്ടെന്ന് ആരോപിച്ച് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി തള്ളിയത്. രാഹുലിനെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലും ബ്രിട്ടനിലും ഒരുപോലെ പൗരത്വമുണ്ട് എന്നും അതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 84(a) പ്രകാരം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അദ്ദേഹം അയോഗ്യനാണെന്നും അവകാശപ്പെട്ട കർണാടകയിൽ നിന്നുള്ള BJP പ്രവർത്തകൻ S. വിഘ്നേഷ് ശിശിർ ആണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. വാദം കേൾക്കുന്നതിനിടെ കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് കേസ് തള്ളിയത്. രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ പൗരനാണോ എന്ന് നേരിട്ട് പരിഗണിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പദവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകിക്കൊണ്ട് പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് ബെഞ്ച് 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. 2019 അന്നത്തെ രാജ്യസഭാ MP സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 2003 യുകെയിൽ ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും രാഹുൽ ഗാന്ധി കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിമാരിൽ ഒരാളുമായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു. UK ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ രാഹുൽ തന്റെ ബ്രിട്ടീഷ് പൗരത്വം പ്രഖ്യാപിച്ചതായും സുബ്രഹ്മണ്യൻ സ്വാമി പ്രസ്താവിച്ചിട്ടുണ്ട്. 2005 ഒക്ടോബർ 10-നും 2006 ഒക്ടോബർ 31-നും സമർപ്പിച്ച കമ്പനിയുടെ വാർഷിക റിട്ടേണുകളിൽ നിങ്ങളുടെ ജനന തീയതി 1970 ജൂൺ 19 ആണെന്നും നിങ്ങൾ നിങ്ങളുടെ പൗരത്വം ബ്രിട്ടീഷ് ആണെന്നുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നോട്ടീസിൽ പറയുന്നത്. കൂടാതെ ബാക്കോപ്സ് ലിമിറ്റഡ് കമ്പനിയുടെ 17/2/2009 തീയതിയിലുള്ള പിരിച്ചുവിടൽ അപേക്ഷയിൽ രാഹുലിന്റെ ദേശീയത ബ്രിട്ടീഷ് എന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചിരുന്നു ഡൽഹി കോടതി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ മാസം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കൾക്കും കോടതി നോട്ടീസ് അയച്ചത്. പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണമെന്ന് പ്രത്യേക ജഡ്ജി വിശാൽ ഗോഖ്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിലെ അടുത്ത വാദം കേൾക്കൽ മെയ് 8-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. BJP നേതാവും മുൻ MPയുമായ സുബ്രഹ്മണ്യൻ സ്വാമി 2014 ജൂണിൽ സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതി മജിസ്ട്രേറ്റ് കോടതി ഏറ്റെടുത്തതിനെ തുടർന്ന് 2021-ലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ED അന്വേഷണം ആരംഭിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട ഉന്നത കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയും സാമ്പത്തിക ദുരുപയോഗവും ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. AJLന്റേതായി ഉണ്ടായിരുന്ന 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന പ്രൈം റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ പരോക്ഷമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് EDയുടെ കണ്ടെത്തൽ. AJLന് കോൺഗ്രസ് ഏകദേശം 90 കോടി രൂപയുടെ ഈടില്ലാത്ത വായ്പ നൽകിയതായും പിന്നീട് ഇത് യങ് ഇന്ത്യന് നാമമാത്രമായ 50 ലക്ഷം രൂപയ്ക്ക് നൽകിയതായും ED അവകാശപ്പെടുന്നുണ്ട്. ഇത് യങ് ഇന്ത്യന് AJLന്റെയും അതിന്റെ സ്വത്തുക്കളുടെയും നിയന്ത്രണം നേടാൻ അനുവദിച്ചതായി അന്വേഷണ ഏജൻസി പറയുന്നു. ഡൽഹി, ലക്നൌ, മുംബൈ എന്നിവിടങ്ങളിലെ വിലപ്പെട്ട റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കരാറിലൂടെ ഗാന്ധി കുടുംബവും മറ്റു കോൺഗ്രസ് വ്യക്തികളും ഏകദേശം 988 കോടി രൂപ വെളുപ്പിച്ചതായിട്ടാണ് ED ആരോപിക്കുന്നത്.